അധികം ആരും അറിയാത്ത ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ പോകുന്നത്. പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്ക് വണ്ടി ഇറങ്ങിയ ശേഷം കുറച്ചധിക ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ട് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. മറ്റൊന്ന്, കാലിൽ ഷൂ ധരിക്കരുത്. ഈ കാണുന്ന വെള്ളമൊക്കെ ചവിട്ടി വേണം മുന്നോട്ട് നീങ്ങാൻ. മറ്റൊന്ന്, കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം കരുതുകയാണെങ്കിൽ ദാഹിച്ചാൽ കുടിക്കുകയും ചെയ്യാം. പുന്നയാറിൽ 2 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താണ് വരുന്നതെങ്കിൽ ആ ചേച്ചി നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്പോട്ടിലായിരിക്കും. ഈ കാണുന്ന മുള്ളും ഈ കാണുന്ന കല്ലും ഉൾപ്പെടെ താണ്ടിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് വലിയ പ്രതിസന്ധിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. റോഡ് പോലും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. താഴേക്ക് രണ്ടാമത്തെ ടൂറിസം സ്പോട്ടിലേക്ക് പോയി മടങ്ങുന്ന ആളുകൾ പറമ്പിപ്പടി കഴിഞ്ഞ് മടങ്ങുന്ന ഒരു ഫീലിംഗിലാണ് തിരികെ പോകുന്നത്. ഭയങ്കര കഷ്ടം തന്നെ. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വരെ ഒരുക്കണ്ടേ. ആ വ്യൂ നന്നായിരിക്കും, പക്ഷെ നമ്മുടെ എത്തിപ്പെടാൻ നമ്മൾ പണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന പറഞ്ഞാൽ കുറേ റിസ്ക് എടുക്കേണ്ടിയിരിക്കുന്നു. വ്യൂ നല്ല വ്യൂ ആണ്, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതിനൊരു സൗകര്യമില്ല, ഒരു വഴി, ഒരു റൂട്ട് കൊടുത്തിട്ടുമില്ല, നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല. നമ്മളുടെ ഐഡിയയിൽ പോകണം. പുന്നയാർ വാട്ടർഫാൾസിന്റെ രണ്ടാമത്തെ സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. റോഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിസന്ധികളും നിങ്ങൾക്ക് അതിജീവിക്കാനായാൽ നല്ല അടിപൊളി വ്യൂ ആണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത്. രസമാണ്, ആൾക്കാർ വരാനും കണ്ടിരിക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. ഇടുക്കിയിലെ കാഴ്ചകൾ കാണിച്ചു തരേണ്ടതല്ല, പകരം കാണേണ്ടതാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പുന്നയാർ വാട്ടർഫാൾസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നിങ്ങളോടും എനിക്കും പറയാനുള്ളത്. ഈ ബ്യൂട്ടി ഇവിടെ വന്ന് നേരിട്ട് തന്നെ ആസ്വദിച്ചറിയേണ്ടതാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.